ആഷിഫ് കക്കോടി തിരക്കഥ എഴുതി ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഇഡി. എക്സ്ട്രാ ഡീസന്റ് എന്നാണ് സിനിമ തുടങ്ങുമ്പോൾ അവർ എഴുതി കാണിക്കുന്നത്, പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ വേറൊരു സാധനമാണ് എഴുതി കാണിക്കുന്നത്. ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ട നല്ല രസമുള്ളൊരു പടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഈ ഇ ഡി എന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് അത്യാവശ്യം പേടിക്കേണ്ട, അല്ലെങ്കിൽ ഇ ഡി വരുന്നു, പരിശോധന നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പേടിക്കാനുള്ളതൊക്കെ ഉണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇ ഡിയുടെ എക്സ്ട്രാ ഡീസൻറ്റിൻ്റെ പിന്നിലെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ റിലീസിന് മുമ്പായിട്ട് അവരൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവരെല്ലാവരും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം പ്രസ് കോൺഫറൻസിന് വന്നത് കോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ടാണ്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയ്ക്കൊപ്പം റിലീസാവുന്ന ഓൾറെഡി ഹൈപ്പ് കിട്ടിയിട്ടുള്ള കോട്ടും കൂളിംഗ് ഗ്ലാസും ഒഴിവാക്കാനാവാത്ത ഘടകമായിട്ടുള്ള ഒരു സിനിമയുടെ കുറച്ച് ഹൈപ്പിൽ നിന്ന് ചരണ്ടി ഇതിലേക്ക് എടുക്കാൻ വേണ്ടി ചെയ്തൊരു ട്രിക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ സ്വഭാവത്തിന് അവർ പ്രൊമോഷണൽ ഇൻ്റർവ്യൂവിന് അങ്ങനെ തന്നെ വന്നിരിക്കണം. നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഡാർക്ക് ഹ്യൂമറാണ് സിനിമയുടെ ജോണർ. വളരെ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതേ സിനിമ അതേ കഥ എന്നൊന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. നായകൻ എന്ന് പറഞ്ഞാൽ സർവ്വഗുണ സമ്പന്നനായിരിക്കണം, സിനിമ തീരുമ്പോൾ നന്മ ജയിക്കുകയും തിന്മ പരാജയപ്പെടുകയും ചെയ്യുന്നത് കാണണം എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെയും ആളുകളുണ്ട്, ഇവരും ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു പറഞ്ഞു വെക്കലുണ്ടല്ലോ, അതിനെ വളരെ ബോൾഡായിട്ട് അവതരിപ്പിക്കുക, അതിലൊരുപാട് ഹ്യൂമർ കണ്ടെത്തുക എന്ന് പറയുന്നൊരു കാര്യം, അത് വളരെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുള്ള മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും ഇഷ്ടപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. പോസിറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് ഇതിൻ്റെ ഒരു മ്യൂസിക് പാക്കേജാണ്. അങ്കിത് മേനോനാണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഹ്യൂമറുള്ള സിനിമകൾ, ഈ അടുത്ത് വന്നിട്ടുള്ള പല സിനിമകളിലും ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമർ തുടങ്ങുന്നതിന് മുമ്പേ മറ്റേ ടുടു ടുടു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് തുടങ്ങി വെറുപ്പിക്കും. അതായത് സീനിൽ ഒരു കോമഡി ഉണ്ടാവില്ല, ഒരു ചിരിയും വരുന്നുണ്ടാവില്ല. അത് എഴുത്തിൻ്റെ കുഴപ്പമാണ്. പക്ഷേ കോമഡി തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് നാട്ടുകാരെ അറിയിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഓൾറെഡി കോമഡി തുടങ്ങും. അത് ഭയങ്കര അരോചകമാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആക്ച്വലി അവർ ഒരു സീനിന് വേണ്ടിയോ ഒരു ഡയലോഗിന് വേണ്ടിയോ അല്ല മ്യൂസിക് ഇടുന്നത്, സിനിമയുടെ ഒരു വൈബിനുള്ള മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് രസമുള്ള കാര്യമായിട്ട് തോന്നി. അതിനെനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല വാക്ക് വൈബായിരിക്കും. സിനിമയുടെ ഒരു വൈബിന് പറ്റിയ മ്യൂസിക്കാണത്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സിലെ അഴിച്ചുപണികളാണ്. എന്ന് വെച്ചാൽ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ട്. അയ്യോ എൻ്റെ ഉണ്ണി എപ്പോൾ വരും, ഞാൻ ചത്താലും വേണ്ടില്ല എൻ്റെ കുഞ്ഞിന് ജീവൻ കിട്ടണം എന്നൊക്കെ പറയുന്നത് പോലത്തെ ടിപ്പിക്കൽ അമ്മ പരിപാടികളുണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് ആടാൻ വിടുന്ന പോലത്തെ, ആ കൺസെപ്റ്റിനെ കെട്ടി തൂക്കിയിട്ട് ആടാൻ വിടുന്ന പോലത്തെ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അച്ഛൻ, സുഹൃത്തുക്കൾ, സൗഹൃദം, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രായമായവരെ നോക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കില്ല എന്ന് പറയുന്ന മക്കളുണ്ട്, മക്കളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കും ഇല്ല എന്ന് പറയുന്ന പേരൻസ്. ഇങ്ങനെയുള്ള കുറേ ഈ റിലേഷൻഷിപ്സിലെ ഡൈനാമിക്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രസകരമായ സൈഡ് കാണിക്കും. അതിന് ഏറ്റവും ഇമോഷണലി ഒക്കെ നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു സൈഡുണ്ട്, അതവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് കണ്ടെത്തി അത് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഴുത്താണ്. മൂന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. സുരാജ് വെഞ്ഞാറമൂട് ആറാടിയിട്ടുണ്ട്, അഴിഞ്ഞാടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി വെറുതെ അല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പുള്ളിക്ക് നല്ലോണം പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുള്ളി ഇതുവരെ ചെയ്തതിൽ നിന്ന് വിഭിന്നമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഇതിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ സുരാജ് പറഞ്ഞൊരു ഡയലോഗ്, മറ്റൊരുപാട് ഹ്യൂമർ സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തൊക്കെയാണ് പോയതെങ്കിലും ഈ സിനിമയിലെ എൻ്റെ ഒരു ടോട്ടൽ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ വരുന്ന ഒരു കാര്യം ഒരു ഡയലോഗാണ്. അച്ഛാ, അമ്മേ, എനിക്ക് സ്നേഹിക്കാൻ അറിയാത്തത് എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇത് ഒരു സെൻറ്റ് സീനും അല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരേ സമയം പേടിക്കുകയും എന്നാൽ ആകാംക്ഷയിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചുമ്മാ പറയുന്നൊരു ഡയലോഗാണ്, പക്ഷേ ദാറ്റ്സ് ടു പവർഫുൾ. ആ ഡയലോഗിനെ ഇയാൾ ഡെലിവർ ചെയ്യുന്നിടത്താണ് ഞാനതിലെ ഒരു ബ്രില്യൻസ് പറയുന്നത്. കാരണം ഒരു ഡയലോഗ് ഉണ്ട്, ഇങ്ങനൊരു ഷോട്ടാണ്, നമ്മളിപ്പം ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ ഇങ്ങനൊരു സമയത്ത് നിങ്ങളിത് പറയണം, ഇത്രയൊക്കെ ആണല്ലോ ഇവർക്ക് കിട്ടുന്നൊരു ബ്രീഫ് എന്ന് പറയുന്നത്. ഇത് അതിനും അപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇയാളുടെ കണ്ണും മൂക്കും ഒക്കെ പോകുന്നത് ഇങ്ങനെയായിരിക്കും, അയാൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അയാളുടെ എക്സ്പ്രഷൻസും മറ്റ് കാര്യങ്ങളും ഇങ്ങനെയായിരിക്കും. മാത്രമല്ല അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റി അയാൾ വളരെ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് മാത്രം പഠിച്ചെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഇയാൾ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് സുരാജ് വെഞ്ഞാറമൂട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യടി അർഹിക്കുന്ന പ്രകടനമാണ് സുരാജിൻ്റെ കയ്യിൽ നിന്ന്. ആൻഡ് ശ്യാം മോഹൻ ജസ്റ്റ് കിഡിങ്ങിലാണ് പുള്ളീനെ കൂടുതൽ ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. പുള്ളിയുടെ റീൽസൊക്കെ മുതൽ ഞാൻ കാണുന്നതാണ്, ഫോളോ ചെയ്യുന്നതാണ്. നല്ല ടൈമിംഗ് ഉള്ളൊരു മച്ചാനാണ്. അത് ഈ സിനിമയിൽ വളരെയധികം എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാനില്ല, ഒരുപാട് സ്ക്രീൻ സ്പേസും ഇല്ല. പക്ഷേ കൺസിഡറിങ്
ദ സിനിമ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടുള്ള ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അയാൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹ്യൂമർ പരിപാടികളൊക്കെ നല്ലോണം വർക്കാവുന്നുണ്ട്. പിന്നെ ഗ്രേസ് മികച്ച രീതിയിൽ ചെയ്തു. റാഫി എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗിൽ എനിക്ക് അത്ര ഭയങ്കര ഒരു ഫൺ എലമെൻറ്റ് ഫീൽ ചെയ്യില്ല. പക്ഷേ പുള്ളി അതിങ്ങനെ ഡീൽ ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ഐറ്റം ഉണ്ട്. വിനീത് തട്ടിലിനെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ കൈയടിക്കായിരുന്നു. ഞാൻ മാത്രമല്ല പുറകെ നിന്ന് അവിടുന്നൊക്കെ കുറച്ച് കൈയടികളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിൻ്റെ സ്ക്രീൻ കാണാൻ നല്ല രസമാണ്. പുള്ളിയുടെ പെർഫോമൻസും അടിപൊളിയാണ്. പിന്നെ സുധീർ കരമനയുടെ ആ ക്യാരക്ടർ ഒരു ട്രാവൽ ഉണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ചേഞ്ചസ് വന്നു പോകുന്നതും അയാളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പരിപാടികളൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മറ്റ് സിനിമകളൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ള പല സിനിമകളും എടുത്തെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അതിന് ഒറ്റ എക്സ്പ്രഷൻ, ഒറ്റ പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം. പക്ഷേ അതൊന്നും അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ചെയ്യാനുള്ള ഒരു സിനിമയായിരുന്നു ഇത്. അത് പുള്ളി വണ്ടർഫുള്ളി അത് ചെയ്തിട്ടുണ്ട്. വിനയ് പ്രസാദ് മനോഹരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രത്തിന് ചെയ്തു. ആ കഥാപാത്രം ഇനിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ വിനയ് പ്രസാദ് മോശമാക്കിയിരുന്നൊന്നുമല്ല, സിനിമ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യുകയില്ല. പക്ഷേ ആ ക്യാരക്ടർ സിനിമ കഴിയുന്ന സമയത്ത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ ക്യാരക്ടറിന് ഇനിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാമായിരുന്നു ആ ക്യാരക്ടറിലേക്ക് എന്ന് എനിക്ക് തോന്നി. രണ്ടിടങ്ങളിൽ എനിക്ക് വിനയ് പ്രസാദിൻ്റെ പെർഫോമൻസിലൊരു സംഭവം തോന്നിയത്, ഒന്ന് ഡബ്ബിംഗ് ആണ്. ചില സമയത്ത് ആ ഫേസിൽ വരുന്ന എക്സ്പ്രഷനും അപ്പുറത്ത് ഡബ്ബിംഗ് ആക്ടിങ് നടക്കുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. അതൊരു മോശമൊന്നും അല്ല കേട്ടോ, ഒന്നും പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ ടെൻഷൻ അടിച്ച് ഇവരിയ്ക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത് കുറച്ച് കൂടുതൽ അഭിനയിച്ചേക്കാന്ന് പറയുന്നത് അങ്ങനെ പോയോന്ന് എനിക്കൊരു ചെറിയ സംശയം. ഒരു കുറ്റമൊന്നും അല്ല കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വിനയ് പ്രസാദിൻ്റെ പെർഫോമൻസ് വാസ് വണ്ടർഫുൾ. അടുത്ത കാര്യം ഇതിലെ വിഷ്വൽ കാര്യങ്ങളൊക്കെയാണ്. അത് നേരത്തെ നമ്മൾ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് കൃത്യമായി അവരത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഷാരോൺ ശ്രീനിവാസിൻ്റെ ക്യാമറയും ശ്രീജിത്ത് സാരംഗിൻ്റെ എഡിറ്റിങ്ങും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ വിഷ്വൽ ഡെലിവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എഡിറ്റിംഗ് പെർസ്പെക്റ്റീവിൽ. ഒന്ന്, സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു മരുന്ന് ആളുകൾക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇഷ്യൂ ആണ്. അത് വളരെ വിസിബിൾ ആയിരുന്നു. കാര്യം സ്ക്രീനിൽ അത് വളരെ വലുതായിട്ടാണ് കാണുന്നത്. ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ആ ഡബ്ബ തുറന്നാണ് ഇരിക്കുന്നത്, വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ അത് ക്ലോസ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിസ്മാച്ച് പെട്ടെന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലാണുള്ളത് ആ കണ്ടിന്യൂറ്റി. വേറെ ഏതോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് ആക്ച്വലി ഞാൻ മറന്നുപോയി, ഇപ്പോൾ എനിക്കത് ഓർമ്മ തന്നെയില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അടുത്തൊരു പോസിറ്റീവ്, ഒരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് വർക്കാവുന്ന ഹ്യൂമർ, അത് ഉൾപ്പെടുന്ന ഡയലോഗുകളാണ്. ഈ ഹ്യൂമർ എന്ന് പറയുന്നത് ഇപ്പം വർക്കാവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കയ്യിൽ ഫോണുണ്ട്, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി ഹ്യൂമർ കോണ്ടൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ ബേസ് ചെയ്ത് കോമഡി വരും. ഒരുപാട് കോമഡി പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ നല്ല അടിപൊളി വിറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ കണ്ട്, അല്ലെങ്കിൽ പഴയ കാലത്തെ മലയാളത്തിലെ തന്നെ ഗംഭീര കോമഡി സീക്വൻസുകളൊക്കെ കണ്ടിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മീഡിയോക്കർ ലെവലിലൊക്കെ നിൽക്കുന്ന ഹ്യൂമറൊക്കെ തിയേറ്ററിൽ കണ്ടാൽ ഒന്നും തോന്നില്ല. ചിലരൊക്കെ ചിരിച്ചു കുന്തം പറഞ്ഞു എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ, അതായത് സിനിമ ഇറങ്ങുന്ന സമയത്ത് ആദ്യം വരുന്ന കുറേ കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, റിവ്യൂസിൻ്റെ താഴേക്ക് വരുന്ന ആദ്യം വരുന്ന കുറേ കമൻറ്റ്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ സിനിമ ഗ്രൂപ്പുകളിൽ കാണുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിനൊക്കെ ഒരു കോമൺ സ്വഭാവം ഉണ്ടാകും. അതൊക്കെ ഒരു പ്രൊമോഷണൽ തള്ളു പോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പല തള്ളുകളിലും ചിരിച്ച് കുന്തം പറഞ്ഞു എന്ന് പറയുന്ന സിനിമകളിലൊക്കെ നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന് കാണുമ്പോൾ ഒന്നും തോന്നില്ല. ഇതിനേക്കാളും വലുതൊക്കെ കണ്ടിട്ടാണ്, മലയാളത്തിൽ തന്നെ കണ്ടിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ ഹ്യൂമർ ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ചിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചില ചിരിയൊക്കെ അത് മനസ്സിലാക്കണം നമ്മൾ. അതായത് ഇയാൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്നതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ കൂടി ചേർത്ത് വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുള്ള കുറേ ഹ്യൂമർ ഉണ്ട്. ഡയലോഗ്സിൽ മാത്രമല്ല, അല്ലാതെ ഇവരുടെ മാനറിസത്തിലും ഒക്കെ നമുക്ക് കിട്ടുന്ന, പിന്നെ പറയാതെ പറയുന്ന ചില കാര്യങ്ങളിലൂടെ കിട്ടുന്ന അങ്ങനെ കുറേ സംഭവങ്ങൾ ഹ്യൂമർ വർക്കായി പോകുന്നുണ്ട്. ഹ്യൂമർ വർക്കാവുന്ന പോലെ തന്നെ ഇതിലൊരു ചൈൽഡ്ഹുഡ് ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. നിഷേധിക്കപ്പെടുന്ന സ്നേഹം, പരിഗണന, ലാളന, അങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റുകൾ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു കഥാപ്രസംഗം പറഞ്ഞ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് വിടാം എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് സിനിമ പോകുന്നില്ല. സിനിമ കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാവുന്നത് ഇങ്ങനെയൊക്കെ കൊണ്ടാണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഐഡിയ നമ്മുടെ ഉള്ളിൽ തന്നെ ജനറേറ്റ് ആവും. സിനിമ പക്ഷേ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഹ്യൂമറൊക്കെ ഡെലിവർ ചെയ്ത് നല്ല രസമായിട്ടൊരു ഓളത്തിൽ, ഒരു താളത്തിൽ അങ്ങനെ പോകും. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് കാരണമാവുന്നൊരു സംഭവം പറയുന്നുണ്ട്. സിനിമയുടെ ഒരു തുടക്കത്തിൽ അതിലൊരു ക്വർക്കിനെസ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്തായാലും പറയേണ്ട ഒരു വേർഡ്, അതിലൊരു രസമുള്ളൊരു എലമെൻ്റ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് നേരം പറഞ്ഞൊക്കെ പോകുമ്പോൾ അത് ആ രസത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പോകെ ഇത് തലപോണ വിഷയമൊന്നുമല്ലല്ലോ, ഇവർക്കിത് ഇങ്ങനെ ഡീൽ ചെയ്താൽ പോരെ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന
ആ ഒരു തരത്തിൽ അത്രയൊന്നും ഈ വിഷയത്തിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ആംഗിളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയ എഴച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ അടുത്ത ഗിയറിലേക്ക് കയറി. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അയാളത് അങ്ങനെയൊന്നും കൺക്ലൂഡ് ചെയ്യുന്ന ആളല്ല എന്നുള്ളത് അതിന് മുമ്പത്തെ പെരുമാറ്റത്തിൽ നമുക്ക്, അതായത് ആ ക്യാരക്ടറിനെ കണ്ട് എനിക്കറിയാം അയാളെ എന്ന് പറയുന്നൊരു ഫീൽ പ്രേക്ഷകനുണ്ടാവുമല്ലോ. ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവൻ ഇങ്ങനെയല്ല ഇതൊന്നും ചെയ്യാൻ പോകുന്നത്, അവൻ ഇതുക്കും മേലെയുള്ള പരിപാടികൾ ആലോചിക്കും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് കുറച്ച് നേരം ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു രസമുള്ള സിനിമയാണ് ED. ഒരു ഡിഫറെൻറ്റ് ടേക്കാണ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ ലൈനാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആണ് തിയേറ്ററിൽ പോയി കാണുന്നതെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പരിപാടി എന്താണെന്നുള്ള ആ ഒരു രസച്ചരടുണ്ടല്ലോ, അത് കറക്റ്റ് കിട്ടിയിട്ടില്ലാത്ത ആൾ തിയേറ്ററിൽ കണ്ടാൽ ചിലപ്പോൾ ബോറടി ആയിട്ട് തോന്നിയെന്ന് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു റെഫറൻസ് പറയുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ ഒരു സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുമായിട്ടുള്ള കമ്പാരിസൺ അല്ല പറയുന്നത്, അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പറയാം. ഞാൻ തൃപ്തനാണ്, ഞാൻ ഹാപ്പിയാണ് കൊടുത്ത കാശിനും ഇരുന്ന സമയത്തിനും. പക്ഷേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.